ഏകാഗ്രത ഉള്ള ഹൃദയത്തോടുകൂടെ നമുക്ക് ആ ദൈവസന്നിധിയിലായിരിക്കുകയും ചെയ്യാം. വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സ് 24 and 25. കൊയ്യുന്നില്ല, അതിന് പാണ്ഡ്യശാലയും കളപ്പുരയും ഇല്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പറവജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ! പിന്നെ വിചാരപ്പെടുന്നതിനേക്കാൾ തൻ്റെ നീളത്തിലൊരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. കാക്കയെ നോക്കുവീൻ, അവ പറഞ്ഞാട്ടെ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പാണ്ഡികശാലയും കളപ്പുരയും ഒന്നും അതിനില്ലെങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പറവജാതികളെക്കാൾ പറഞ്ഞാട്ടെ നിങ്ങളെത്ര വിശേഷതയുള്ളവർ. അടുത്ത വാക്യം, പിന്നെ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തിൽ നിന്ന് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? Consider the ravens, for they neither sow nor reap. They have no storeroom, no barn, and yet God feeds them. How much more valuable you are than the birds. പറവജാതികളെക്കാൾ ഒന്നും സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയാത്ത, യാതൊരു സംവിധാനവുമില്ലാത്ത പറവജാതികളെ കർത്താവ് ക്ഷേമമായി പുലർത്തുന്നു. അതിനോട് ചേർന്ന് കർത്താവ് പറയുകയാണ്, വിചാരപ്പെടുന്നത് കൊണ്ട് തൻ്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആർക്കും കഴിയില്ല. വിചാരപ്പെടുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ! കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കറിയാം, നാം ജീവിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ളതായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആധുനിക കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി എടുത്തു പറയാൻ കഴിയും. സ്ട്രെസ് എന്നുള്ള പദം സർവ്വസാധാരണമായി നമുക്ക് കേൾക്കാൻ കഴിയുന്നു. ഇന്ന് മികച്ച ഗവേണൻസ് നടത്തുന്ന ഗവൺമെൻറ്റുകളൊക്കെ സ്ട്രെസ് ലീവ് എന്ന് പറഞ്ഞ് അതിനുള്ള പ്രൊവിഷൻ, സ്ട്രെസ്സിൽ നിന്ന് ജനം പുറത്തു വരുവാൻ, തങ്ങളുടെ എംപ്ലോയീസ് പുറത്തു വരുവാൻ സ്ട്രെസ് ലീവ് എന്ന് പറയുന്ന ഒരു സംവിധാനം വരെയുമുണ്ട്. കാരണം അത്രമാത്രം സ്ട്രെസ്ഡ് ആയിട്ടുള്ള അനുഭവത്തിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. ആഗോള വ്യാപകമായി നാം നോക്കുമ്പോൾ ധാരാളമായ സൂയിസൈഡൽ കേസുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? പ്രധാനമായ കാരണം തങ്ങൾ നേരിടുന്നതായ കടന്നു പോകുന്ന ഗോത്രൂ ചെയ്യുന്ന ആ സിറ്റുവേഷനെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ പോകുമ്പോൾ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുമ്പോൾ, മനുഷ്യൻ ഇതിൽ നല്ലത് മരിക്കുന്നതാണ് എന്ന് തീരുമാനമെടുക്കുമ്പോഴാണ് ഈ സൂയിസൈഡ് നടക്കുന്നത്. അപ്പോൾ ഏത് വിധത്തിലായാലും സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നതായ പിരിമുറുക്കങ്ങളിലൂടെ എന്തു ചെയ്യണമെന്നറിയാതെ മുൻപിൽ കൂരിരുട്ടിൻ്റെ അനുഭവങ്ങൾ, ദൃശ്യമായി മുൻപോട്ടുള്ള വഴികളെ കാണാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന അനുഭവങ്ങൾ, ഇത് ഇന്നിൻ്റെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഹല്ലേലൂയ! ആധ്യാത്മിക ഗോളത്തിലും ഇതൊട്ടും കുറവായിട്ടുള്ളതല്ല.
അപ്പോൾ ദൈവവചനം ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? വാഴ്ത്തപ്പെട്ട കർത്താവ് എന്താണ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നത്. എങ്ങനെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും? എങ്ങനെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ നേരിടുവാൻ സാധിക്കും? എന്താണ് യേശു കർത്താവ് നമ്മോട് പറയുന്നത്? എന്താണ് അതിനെക്കുറിച്ച് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഹൃദ്യമായി ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. ആയതിനാൽ തന്നെ നമുക്ക് സമ്പൂർണ്ണമായ പ്രാർത്ഥന ആവശ്യമാണ്, നമുക്ക് സമർപ്പണം ആവശ്യമാണ്. നിങ്ങൾ റിയലായും ഒരു പ്രശ്നത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ ഇന്നത്തെ വചനം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. റിയലായും നിങ്ങൾക്ക് ഇന്നത്തെ സാഹചര്യങ്ങളുടെ ആ കുടുക്കുകളിൽ നിന്നൊന്ന് പുറത്തു വരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ വചനം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കർത്താവ് പറയുന്നു, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടണ്ട. ഹല്ലേലൂയ. വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ നീളത്തെ കൂട്ടുവാൻ ആർക്കും കഴിയുകയില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. എന്നാൽ ദൈവത്തിന് അതിന് ചില വഴികൾ നമ്മോട് പറഞ്ഞു തരാനുണ്ട്. ചില റെമഡിയൽ സ്റ്റെപ്സ് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നാം അതിലേക്ക് ചിന്തിക്കുവാൻ പോവുകയാണ്. 2 ദിനവൃത്താന്തം 2 ക്രോണിക്കിൾസ് ചാപ്റ്റർ 20 വേഴ്സ് 17. 2 ക്രോണിക്കിൾസ് ചാപ്റ്റർ 20 വേഴ്സ് 17. പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യം ഇല്ല. യഹൂദയും യെരൂശലേമും അത് തന്നെ വായിച്ചാട്ടെ. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരൂശലേമും ആയുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവീൻ. യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. You need not to fight in this battle. Station yourself, stand and see the salvation of the Lord on your behalf. O Judah and Jerusalem, do not fear or dismayed. Tomorrow go out to face them, for the Lord is with you. ഇതാരുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്? ആരോട് പറയുന്ന ഭാഗമാണ്? യഹൂദയുടെ രാജാവായിരിക്കുന്ന യഹോശാഫാത്തിനോട് ദൈവം സംസാരിക്കുന്ന ഒരു വചനഭാഗമാണിത്. നമുക്കറിയാം, ഇസ്രായേലിൽ കാലാകാലങ്ങളിൽ ദൈവം പ്ലേസ് ചെയ്തതായ രാജാക്കന്മാർ തുടക്കം തന്നെ ശൗലിൽ ആരംഭിക്കുന്നു. അതിൻ്റെ സെലക്ഷൻ ദൈവത്തിൻ്റെ സെലക്ഷൻ ആയിരുന്നു. എന്നാൽ ശൗൽ രാജ അഴിച്ചു വിട്ടിട്ടും, ഹല്ലേലൂയ, നിങ്ങൾ ഓർക്കണം ദൈവ പൈതലേ, യേശുവിനെ മാത്രമേ തൊടാൻ കഴിയാതിരുന്നുള്ളൂ. ആ ഓർഡർ അനുസരിച്ച് ആ കാലത്തെ എല്ലാ ന്യൂ ബോൺ ആൺപ്രജകളെയും കൊന്നുകളഞ്ഞു. എന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ പദ്ധതിയെ തൊടാൻ, ഹല്ലേലൂയ, ദൈവം ഓൺ ചെയ്യുന്ന പദ്ധതിയെ തൊടാൻ ഹല്ലേലൂയ പിശാചിനെ ദൈവം അനുവദിച്ചില്ല. അതുപോലെയാണ് ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിൽ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാനും ജീവിക്കാനും തന്മനസ്സെടുക്കുന്ന തൻ്റെ പൈതലിന് വേണ്ടി ശത്രു എത്ര ശക്തമായ പോരാട്ടം അഴിച്ചുവിട്ടാലും അതിനെ ഹല്ലേലൂയ സ്തോത്രം പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവ പൈതലെ നിന്നെ അവൻ സൂക്ഷിക്കും. ദൈവം നിന്നെ സൂക്ഷിക്കും. ദൈവം നിന്റെ കുടുംബത്തെ സൂക്ഷിക്കും. ദൈവം നിന്നെ പരിപാലിക്കും. ഇന്ന് പകൽ ആത്മാവ് വളരെ തെളിവായി ഇടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആൺപ്രജകളൊക്കെ പോയി, പക്ഷെങ്കിൽ യേശുവിനെ തൊടാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ചിന്തിക്കുക, എന്തോ പ്രൊട്ടക്ഷനാണുള്ള ഈ യേശുവിന്. ഹല്ലേലൂയ സ്തോത്രം. ജനിക്കുന്നത് ഒരു കാലിത്തൊഴുത്തിൽ, ഒരു മാഞ്ചറിലാണ് ജനിക്കുന്നത്. ഒരു പരദേശിവാസിയെ പോലെ, ഒരു പിൽഗ്രിമിനെ പോലെ. ഹല്ലേലൂയ, സെക്യൂരിറ്റി ഇല്ല, സുരക്ഷിതത്വങ്ങളൊന്നുമില്ല. പക്ഷെ സുരക്ഷിതത്വം കൊടുക്കുന്ന ആരാണ്?
പറഞ്ഞാട്ടെ, ദൈവമാണ്. ദൈവം സുരക്ഷിതത്വം കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ, ശത്രുവിന് തൊടാൻ കഴിയത്തില്ല. നിനക്ക് തോന്നുന്നു നീ ഒറ്റപ്പെട്ട്, നിനക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെട്ട്, നിന്റെ സാഹചര്യങ്ങളൊക്കെ ദുർബലമായിരിക്കുന്നു എന്ന് നിനക്ക് തോന്നും. പക്ഷേ യേശു നിന്റെ പക്ഷമായി നിൽക്കുമ്പോൾ, ദൈവം നിന്റെ പക്ഷമായി നിൽക്കുമ്പോൾ, ദൈവ പൈതലെ ഓർത്തുകൊള്ളുക, നിന്നെ തൊടാൻ കഴിയില്ല, നിന്റെ ഭാവിയെ തൊടാൻ കഴിയില്ല, നിനക്ക് തുറക്കുന്ന വഴികളെ അടയ്ക്കാൻ കഴിയില്ല. ഇന്ന് പകൽ ദൈവജനം ആത്മാവില് ഈ ആലോചന ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൽബർ കമനാസിയ, യേശുവിന്റെ നാമത്തില് ഭാവിക്കെതിരായി ശത്രു ഉയർത്തുന്ന വെല്ലുവിളികളെ ഈ വചനത്തിന്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് ആ വെല്ലുവിളികളെ ശാസിക്കുന്നു, ആ വെല്ലുവിളികളെ ക്യാൻസൽ ചെയ്യുന്നു. തിരംധികൾ ഘടകസ്യാന, ഈസിയായിട്ട് കയറി ഹല്ലേലൂയ സ്തോത്രം കൈകാര്യം ചെയ്യാമെന്ന് ശത്രു വിചാരിക്കുന്ന സ്ഥലങ്ങൾ ഭയപ്പെടണ്ട. എന്തിനും ഏതിനും കയറി ഈസി ആയിട്ട് നിന്നെ ടാർഗറ്റ് ചെയ്യാം, നിന്നെ നശിപ്പിക്കാം, നിന്റെ ഭാവി അടച്ചു കളയാമെന്ന് ശത്രു ചിന്തിക്കുന്നെങ്കിൽ, നാം ദൈവ പൈതലായി നിൽക്കുന്നിടത്തോളം, ദൈവത്തെ പ്ലീസ് ചെയ്യുന്നവരായി നിൽക്കുന്നിടത്തോളം ശത്രുവിൻ്റെ കയ്യിൽ അവൻ നിന്നെ ഏൽപ്പിക്കില്ല, നമ്മളെ ഏൽപ്പിക്കില്ല, നമ്മെ ആരെയും ഏൽപ്പിക്കില്ല. ഗ്ലോറി ബി ടു ഗോഡ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വലിയ ക്രൈസിസ് ആണ് മുൻപിൽ നിൽക്കുക. ക്രൈസിസ് മുൻപിൽ വരുമ്പോൾ ഹൗ വി ആർ ട്രൈങ് ടു ടാക്കിൾ ദാറ്റ് പ്രോബ്ലം, ഇതാണ് വിഷയം. നമ്മൾ അതിനുവേണ്ടി സ്വീകരിക്കുന്ന സ്ട്രാറ്റജി എന്താണ്? അതാണ് ആ വിജയത്തിൻ്റെ രഹസ്യം, സീക്രട്ട് എന്ന് പറയുന്നത്. പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ആ പ്രശ്നത്തെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താൽ വിജയം ഇരിക്കുന്നത്. ഹല്ലേലൂയ. ബൈബിളിൽ വളരെ കൃത്യമായി അത് പഠിപ്പിക്കുന്നു. എങ്ങും അലഞ്ഞോടി നടക്കേണ്ട കാര്യമില്ല. ബൈബിൾ വേർഡ് ഓഫ് ഗോഡ് വളരെ ക്ലിയർ ആയിട്ടുള്ള ടീച്ചിങ് അതിനു വേണ്ടി തരുന്നു. ഗ്ലോറി ബി ടു ഗോഡ്. ഈ ഭാഗത്ത് ഞാൻ ആദ്യം പറഞ്ഞ പദമാണ് ഏറ്റവും വലിയ സ്ട്രെസ്സിലാണ് ആര്? ഹല്ലേലൂയ, യഹോശാഫാത്ത്. നാം തിരഞ്ഞെടുക്കുന്ന വഴികൾ, ക്രൈസിസ്, ഓഫ് കോഴ്സ് ക്രൈസിസ് എല്ലാവർക്കും ഉണ്ട്, സ്ട്രെസ് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെങ്കിൽ നാം അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യണം. നമ്മുടെ മുൻപിലൊക്കെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയല്ലേ, ഓരോ വിഷയം, ജോലി മേഖലയാണെങ്കിലും എല്ലായിടത്തും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ പ്രതികരിക്കുന്നതിന് മുൻപ്, നമ്മളൊരു തീരുമാനമെടുക്കുന്നതിന് മുൻപ്, നമ്മളൊരു ആക്ഷൻ എടുക്കുന്നതിന് മുൻപ്, കം ബിഫോർ ഗോഡ്, ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വരിക. ദൈവം നമുക്കതിനൊരു പരിഹാരം നൽകും. ഇന്ന് പകൽക്കാലം ശക്തമായ ഈ സന്ദേശം മുൻപോട്ട് പോയത് ഏത് കാര്യത്തിലാണെന്നറിയാമോ? ഒരു പാട്ടിൻ്റെ, ഇന്ന് രാവിലെ അതിപ്രഭാതത്തിൽ ഞാൻ ധ്യാനം ദുരിതമായിട്ടിരിക്കുമ്പോൾ ഒരു പാട്ട് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ വന്നു. പ്രിപ്പറേഷൻ ഇല്ലെന്നല്ല, പക്ഷെങ്കിലൊരു പാട്ട് എൻ്റെ മനസ്സിലൂടെ വന്നു, വെളുപ്പിലേ. ആ പാട്ടിൻ്റെ 2 ലൈൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇക്കോ ചെയ്ത് കൂടെ തട്ടിക്കൊണ്ടിരുന്നു. അതിനകത്ത് ഈ പാട്ടാണ്. നമ്മുടെ ഒന്നും കൂട്ടായ്മ പാടുന്നൊന്നുമല്ല, അതുകൊണ്ട് നിങ്ങളൊന്നും ചിന്തിക്കരുത്. ആ പാട്ടിങ്ങനെയാണ്: കദന നിവാരണ കനിവിൻ ദേവ, കാറ്റിൻ നടുവിൽ വഴി തെളിക്കൂ. കനിവിൻ്റെ കഥനം എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖം തളം കെട്ടി നിൽക്കുന്ന, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അനുഭവം. കഥനം ദുഃഖത്തെ അകറ്റിക്കളയുന്ന, പൂർണ്ണമായും മാറ്റിക്കളയുന്ന. കനിവിൻ്റെ ദൈവമേ, കരുണയുടെ ദൈവമേ, ഈ കാറ്റിൻ്റെ നടുവിൽ നിൽക്കുന്ന എന്നെ നീ വഴി നടത്തൂ. കാറ്റിൻ്റെ നടുവിൽ തകർത്ത് കളയുമെന്ന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട്, ഹല്ലേലൂയ, കൊടുങ്കാറ്റുകൾ നിനക്കെതിരെ ഉയർത്തിവിടുന്ന ആ മണ്ഡലത്തിൽ ദൈവപൈതലേ, ഇതായിരിക്കണം പ്രാർത്ഥന: എനിക്ക് വഴി തെളിച്ചു തരൂ. ഓ, നീ കഥന നിവാരണകനാണ്, നീ എൻ്റെ ദുഃഖത്തെ മാറ്റുന്ന ദൈവമാണ്. ഓ, നിന്റെ വചനം മുഴുവനും അത് പറയുന്നു. നിന്റെ ഭക്തരെ നീ അങ്ങനെ നടത്തി. ആ മഹാദൈവമേ, ഓ
ഓ സ്തോത്രം, ഈ കൊടുങ്കാറ്റിന്റെ നടുവിൽ നിൽക്കുന്ന എന്നെ നീ വഴി തെളിക്കൂ. ഒന്നുകൂടെ പാടുന്നു. കഥന നിവാരണ കനിവിൻ ദേവാ, കാറ്റിൻ നടുവിൽ വഴി തെളിക്കൂ. എത്ര പേരത് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. എത്ര പേര് ഇതിനെ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഏറ്റെടുക്കും? ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ രക്ഷിച്ചു കൊണ്ടുപോകാൻ വലിയ താല്പര്യമുണ്ട്. നീ ഒരു പരിഹാസ വിഷയമാകാതെ, ലജ്ജാ വിഷയമാകാതെ, ഓ സ്തോത്രം, മാനിച്ച് നിന്നെ കൊണ്ടുപോകാൻ അവന് താല്പര്യമുണ്ട്. ഇന്ന് ഒരു പ്രശ്നവുമില്ലെന്ന് പറയുന്നവരും കോഷ്യസ് ആകേണ്ടതായിട്ടുണ്ട്. കുമല റമന അതാരഘടക സന്തരവക്ഷസ്യാല. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല പ്രാർത്ഥിക്കാനെന്ന് പറയുന്നവരും അലർട്ടാകേണ്ടതായിട്ടുണ്ടെന്ന് ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ഈ കരുണാമയനായ ദൈവത്തെ മുറുകെ പിടിച്ചെങ്കിലേ നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ശമറഹസ്യാന അന്തര വൈഡമനഘടകസ്യാന. ഹല്ലേലൂയ. സ്തോത്രം. യഹോശാഫാത്ത് എടുത്ത വഴി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാഠമാണ്. 20-ാം അധ്യായം മുഴുവൻ നമ്മളൊന്ന് വായിക്കണം, ഞാൻ അതിലോട്ട് പോകുന്നില്ല. ആ പ്രശ്നത്തെ, വലിയ പ്രശ്നമാണ്. ആക്ച്വലി ഞാൻ ആ സൂയിസൈഡൽ അറ്റംപ്റ്റിനെ കുറിച്ച് പറയാൻ വന്ന എന്താണെന്നറിയാം. യഹോശാഫാത്ത് സാധാരണഗതി അതായിരുന്നു ചെയ്യണ്ടേ. അത്രയും വലിയ പ്രശ്നമാണ് പുള്ളിയുടെ മുൻപിൽ വന്നിരിക്കുന്നത്. തൻ്റെ കയ്യിലുള്ള പവർ വെച്ച് അതിനെ നേരിടാൻ പറ്റില്ല. അപ്പോൾ അഭിമാനം കൊണ്ട് ജീവൻ ഒടുക്കുന്നതാണ് നല്ലത്. അത്രമാത്രം സ്ട്രെസ് എന്നുള്ള പദം ചില വേർഷൻസിൽ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് യഹോശാഫാത്ത് സെറ്റ് ഹിംസെൽഫ് ടു സീക്ക് ലോർഡ്, സീക്ക് ഗോഡ്സ് ഗൈഡൻസ്. ഇത് ബൈബിൾ വചനമാണ്. ആ പ്രശ്നം വന്നപ്പോൾ ദൈവത്തെ പിടിച്ചു, ദൈവത്തെ കൂട്ടുപിടിക്കുക എല്ലാത്തിലും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദൈവം നമ്മളെ നടത്തി. നമ്മൾ സീരിയസ് ആകുക. സ്പിരിച്വൽ ലൈഫ് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നമ്മുടെ കംഫർട്ട് അനുസരിച്ചും നമ്മുടെ മനസ്സിൻ്റെ പ്ലാൻ അനുസരിച്ച് നടത്തുന്നതല്ല സ്പിരിച്വൽ ലൈഫ്. സ്പിരിച്വൽ ലൈഫ് പരിശുദ്ധാത്മ നിയോഗത്തിൽ നടത്തപ്പെടുന്ന അനുഭവമാണ്. ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവൻ്റെ ഹിതത്തിൽ നിന്നുകൊണ്ട് മുൻപോട്ട് പോകുന്നതാണ് ആത്മീക ജീവിതം. അതിലൂടെയാണ് നാം വളരുന്നത്. അതിലൂടെയാണ് ദൈവം നമ്മളുടെ ജീവിതം ഫലദായകമാക്കുന്നത്. അതിലൂടെയാണ് നമ്മുടെ ദൈവം ഉദ്ദേശിക്കുന്ന പർപ്പസ് സെർവ് ചെയ്യുന്നത്. ഗ്ലോറി ബി ടു ഗോഡ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഹി സീക്ക് ലോർഡ് ആൻഡ് ഹി സീക്ക് ഗോഡ്സ് ഗൈഡൻസ്. ദൈവത്തിൽ നിന്നുള്ള ആലോചന ചോദിച്ചു. ഗ്ലോറി ബി ടു ഗോഡ്. 2 ദിനവൃത്താന്തം 16:1 വരെ നിങ്ങൾ റെഫറൻസ് എഴുതുന്നവരുണ്ടല്ലോ. 16:1 വരെ അങ്ങോട്ട് വായിക്കുമ്പോൾ അവിടെ ഒരു സ്റ്റോറിയുണ്ട്. അതുകൂടെ പറഞ്ഞ് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇതേ യഹോശാഫാത്തിൻ്റെ പിതാവ് ആയ ആസ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് 16-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി കാണുന്നു. ഇതേ സിമിലിയർ സിറ്റുവേഷൻ ആർക്കുണ്ടായി? തൻ്റെ പിതാവിൻ്റെ രാജഭരണകാലത്ത് ഉണ്ടായി. അതിൻ്റെ 1-9 വരെ. Years back his father King Asa faced a similar threat. He responded by collecting the silver and the gold from the temple and his palace and using it bribe one of the raiding kings to defeat to his side. ഞാൻ കുഞ്ഞുങ്ങൾ കൂടെ മനസ്സിലാവാനാണ് പറഞ്ഞത്. ഈ ആസായിക്ക് ഈ ഒരു സംഭവം വന്നപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം അവരുടെ ടെമ്പിളിൽ ഇരുന്നതായ സിൽവറും ഗോൾഡും എല്ലാം എടുത്തു. പാലസിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതായ മാക്സിമം വർത്ത് അസറ്റായിട്ട് സൂക്ഷിച്ചതെടുത്തു. ആളുകളിൽ നിന്നും അത് കളക്ട് ചെയ്തിട്ട് ഒരു അയൽ രാജ്യത്തെ രാജാവിനെ കൂട്ടുപിടിച്ച് അവനെ ബ്രൈബ് ചെയ്ത് അവന് പൈസ കൊടുത്ത് കൂട്ടുപിടിച്ചു. എന്നിട്ട് മറ്റവർക്കെതിരെ പോരാടാനായിട്ട്, നിങ്ങൾ ആ അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാവും, പോരാടാൻ തയ്യാറായി. അപ്പോൾ ഓർക്കണം, താൽക്കാലികമായിട്ട് അദ്ദേഹം ആ യുദ്ധത്തിൽ നിന്ന് ഒഴിവായി. താൽക്കാലികമായി ആ പ്രശ്നത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ ബൈബിൾ പറയുന്നു,
അവനെടുത്ത മെത്തേഡ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ദൈവവചനം നമ്മൾ ചിന്തിക്കണം, എത്ര സൂക്ഷ്മമായിട്ടും കെയർ ആയിട്ടുമാണ് ദൈവം ഓരോന്ന് നോക്കുന്നത്. ഹല്ലേലൂയ. ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ തിരഞ്ഞെടുത്ത മാർഗം എന്ന് പറയുന്നത് ദൈവ പൈതലെ ബ്രൈബ് ചെയ്തുകൊണ്ട് അവൻ ദൈവത്തെ അന്വേഷിച്ചില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ലോകപ്രകാരം ചിന്തിക്കുമ്പം ആ പർട്ടിക്കുലർ മൂമെന്റ് മാത്രം ഓർത്താൽ മതി. അതിനുശേഷം നടക്കാൻ പോകുന്നത് നിങ്ങൾ ഓർക്കണ്ട. ആ സംഭവത്തിൽ അവനെടുത്ത സ്റ്റെപ്പ് വെച്ച് അവൻ എന്തുണ്ടായി പറയൂ. തൽക്കാല വിജയമുണ്ടായി. ബൈബിളിലുണ്ടത്. അന്നേരത്തെ പ്രശ്നത്തിൽ നിന്ന് അവൻ ഊരി പുറത്ത് വന്നു. പക്ഷെ ബൈബിൾ പറയുന്നു യഹോവയ്ക്ക് അത് അനിഷ്ടമായി. അവന് ഈ ബ്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. ഇവൻ ഈ അയൽ രാജ്യക്കാരൻ എന്ന് പറയുന്നത് ദൈവമായിട്ട് ബന്ധമില്ലാത്തവനാണ്. അവനെ കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എടുത്ത ഒരു അടവ് നയമല്ലേ എന്ന് ദൈവം അതിനെ കണ്ടില്ല. ദൈവം ഒരിടത്തും കാര്യമായ കാര്യങ്ങൾ ദൈവം കോംപ്രമൈസ് ചെയ്യുന്നതായി കാണുന്നുണ്ടോ? ഏദൻ തോട്ടത്തിൽ ദൈവം കോംപ്രമൈസ് ചെയ്ത് കണ്ടോ? ഇസ്രായേലിന് വേണ്ടി ദൈവം ഒരു ആദ്യത്തെ രാജാവിനെ തെരഞ്ഞെടുത്തപ്പോൾ അല്പം കൂടെ നിൽക്കട്ടെ എന്ന് ദൈവം ചിന്തിച്ചോ? ഒരുപാട് ഉദാഹരണങ്ങളാണ് ഇതിന്റെ മുൻപിലുള്ളത്. വിജയം പ്രതീക്ഷിച്ച് മുൻപോട്ട് നിൽക്കുന്ന ദൈവ പൈതലെ, ദൈവത്തെ പ്ലീസ് ചെയ്തുകൊണ്ട് അവന്റെ ആലോചനയിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം. നീ ഒരു സ്പെഷ്യലാണ്. നീ ചെറുതായിട്ട് നിന്നെ കാണരുത്. നീ ഒരു പ്രത്യേകതയുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. നിന്നിലൂടെ ദൈവം നിന്നെ മാനിച്ച് സഹായിക്കും. പക്ഷെ നീ തിരഞ്ഞെടുക്കുന്ന വഴി സൂക്ഷിക്കണം. ബി വെരി കെയർഫുൾ. വളരെ ശക്തമായ ആത്മിക വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ വചനം ഇവിടെ ഹല്ലേലൂയ ശുശ്രൂഷ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവകരങ്ങൾ നമ്മളെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ആസ രാജാവ് ചെയ്ത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ദൈവം ആ അധ്യായം 16-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ദൈവം അതിന് കൊടുത്ത എന്താണെന്നറിയാം? ഒരു യുദ്ധം ഒഴിവാക്കാൻ ദൈവത്തെ ഒഴിവാക്കി ഒരു വളഞ്ഞ വഴി അവൻ തിരഞ്ഞെടുത്തത് കൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? ഒരു പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നത്തെ ഒഴിവാക്കാനാണ് ഈ പണി ചെയ്തത്. ദൈവം അവൻ്റെ ആയുഷ്കാലം മുഴുവൻ, ആ വാക്യം ഇതിനകത്തുണ്ട്, അവനെന്നും യുദ്ധം തന്നെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു. ഒരു യുദ്ധം ഒഴിവാക്കാൻ ദൈവത്തെ ഒഴിവാക്കിയവനെ നിരന്തരം ആയുഷ്കാലം മുഴുവൻ യുദ്ധം ചെയ്ത അവസാനം ദീനം പിടിച്ച ആൾ മരിക്കുന്നു. അതാണ് ആ 16-ാം അധ്യായത്തിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ ദൈവം ഡിമാൻഡ് ചെയ്തൊരു വാക്യമുണ്ട്. ആ വാക്യത്തിലൂടെ ഞാൻ ഒത്തിരി നീട്ടാതെ പറയട്ടെ. ഇന്നത്തെ നമ്മുടെ ബിഗ്ഗസ്റ്റ് ചലഞ്ചും ഇത് തന്നെയാണ്. ഇന്നത്തെ ലോകത്തിലെ ജീവിത സാഹചര്യത്തിലെ ഏറ്റവും വലിയ ചലഞ്ച് ഹമ്പിളായിട്ട് നടക്കാനും അവനെ ഒബേ ചെയ്യാനുമുള്ള പ്രശ്നമാണ്. ഇതാണ് നമ്മുടെ മുൻപിലുള്ള എന്നത്തെയും ചലഞ്ച്. വിശ്വാസ സമൂഹത്തിന് മുൻപിലുള്ള ചലഞ്ച് അതാണ്. ലോകത്തിന് മുൻപിലുള്ള ചലഞ്ച് ഇതാണ്. ഹമ്പിളായി നടന്ന് ദൈവത്തെ അനുസരിക്കുക. അതിലൂടെയാണ് നമ്മുടെ സകല വഴികളുമുള്ളത്. ഇവിടെ ഇതിലൂടെ ഒരു വലിയ പാഠം ഇവനെ പഠിപ്പിക്കുകയാണ്. അതെന്താണെന്നറിയാമോ? ആ 16-ന്റെ 9-ാം വാക്യം ഒരാൾ വായിക്കണം. നോക്കണം, ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കണേ. വളരെ ക്രീം കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇവിടെ ആസാ രാജാവ് ഈ യഹോശാഫാത്തിന്റെ ഫാദറിനോട് ആ പർട്ടിക്കുലർ ഇൻസിഡന്റിൽ ദൈവം പറയുകയാണ്, യഹോവയുടെ കണ്ണ് തങ്കലേകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ഇത് കോണ്ടസ്റ്റ് വെച്ച് ധ്യാനിക്കേണ്ടതാണ്. നമ്മൾ ഇതൊന്നുമില്ലാതെ ആ വാക്യം പറയാറുണ്ട്. പക്ഷേ ഇത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കോണ്ടസ്റ്റും ബാക്ക്ഗ്രൗണ്ടും ഇതിനുണ്ട്. ഹല്ലേലൂയ. ഏത് കോണ്ടസ്റ്റിലാണ് ദൈവം ഇത് പറയുന്നത്? ഈ അനുസരണക്കേടിന്റെ മുൾമുനയിൽ നിന്ന ആസയോട് നമ്മൾ ആരേലും അതൊരു തെറ്റാന്ന് പറയാൻ പറ്റുമോ? പുള്ളി ചെയ്തത് രക്ഷപ്പെടാനും ജനത്തെ രക്ഷപ്പെടുത്താനും തൻ്റെ കയ്യിലുള്ള ഒരു മാർഗം ഉപയോഗിച്ചല്ലേ. പക്ഷെ ദൈവ പൈതല് ഏത് മാർഗവും സ്വീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവ പൈതൽ എല്ലായ്പ്പോഴും ദൈവിക വഴികളിലൂടെ തന്നെ പോയി വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നേ. അവന് ബ്രൈബറി വേണ്ട, അവന് വളഞ്ഞ വഴി വേണ്ട. ഹല്ലേലൂയ. അവന് ദൈവം കൂട്ടായിട്ടുണ്ടെന്നാ ദൈവം പറയുന്നേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ പ്രൊവിഷൻ നിങ്ങൾ മറന്നു പോകരുത്. പറയുന്നു, യഹോവയുടെ കണ്ണ്, the eyes of the Lord move to and throughout the earth that he may strongly support those
whose heart is completely his. മനസ്സിലാവുന്നുണ്ടോ? അത് യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നുള്ളതിൻ്റെ വാക്കിവിടെ കൊടുത്തേക്കുന്നത് those whose heart is completely his. ഒന്ന് പറഞ്ഞേ എല്ലാവരും, കുഞ്ഞുങ്ങൾ പറഞ്ഞേ, those whose heart is completely his. ഇനി അതിനകത്ത് വേറെ ഏതെങ്കിലും വോക്കാബുലറി വേറെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പ്ലേസ് ചെയ്യാനുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു വാക്ക് അതിന് പകരം കൊടുക്കാനുണ്ടോ? ഹൃദയം പൂർണ്ണമായി കംപ്ലീറ്റായി ദൈവത്തിൻ്റെതായി മാറണം. അതാണ് യേശു പറഞ്ഞത്, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം, സേവിക്കണം. ഹല്ലേലൂയ. ദൈവവൈതലേ, നിന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പോകാനല്ല ദൈവത്തിന്റെ പ്ലാന്. നിന്നെ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരു പ്രഭുവാക്കാനാണ് ദൈവത്തിന് താല്പര്യം. ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ മാനിച്ചുയർത്താനാണ് അവന് താല്പര്യം. പക്ഷെ നീ കംപ്ലീറ്റ് ആയിട്ട് അവന് വേണ്ടി നിന്നേ പറ്റൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കണ്ണ് പരതിക്കൊണ്ടിരിക്കുക, അവന്റെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് തോന്നും ആരുമില്ലെന്ന്, പക്ഷേ അഗ്നിജ്വാലയ്ക്കൊത്ത ഒരു കണ്ണ്, ഹല്ലേലൂയ, എല്ലാ ഉപഗ്രഹ കണ്ണുകളെയും വെട്ടിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നിൽക്കുന്ന ഒരു ദൈവപൈതലിനെ മാനിക്കാൻ, അവനെ സഹായിക്കാൻ, അവന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ, അവന് വഴിയെ തുറന്നു കൊടുക്കുവാൻ ഈ ദൈവത്തിന്റെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ വചനത്തിന്റെ റിലവൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ദൈവം വളരെ അധികാരത്തോടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കുഴഞ്ഞു മറിയുന്നത് എൻ്റെ അപ്പച്ചനെ അറിയാം. ഹല്ലേലൂയ. പറഞ്ഞാട്ട് എൻ്റെ സാഹചര്യം, എൻ്റെ ക്രൈസിസ്, ഞാൻ നേരിടുന്ന വിഷയം, എൻ്റെ പ്രശ്നം എൻ്റെ ദൈവത്തിനറിയാം. അപ്പോൾ ആ ദൈവം കൂടുതലായിട്ട് അതിനകത്ത് ഇടപെടാൻ നമ്മൾ ഏകാഗ്ര ചിത്തരായിരിക്കണം എന്ന് പറഞ്ഞാൽ our heart must be completely his own. നമ്മുടെ ഹൃദയം അവൻ്റെതായിട്ട് മാറണം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പല സംവിധാനങ്ങളുണ്ടല്ലോ ലോകത്തിൽ, ആധുനികമായ സംവിധാനങ്ങളിൽ. ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു സർജറി നടത്തുമ്പോൾ ലോകത്തിലെ ഏത് സ്ഥാനത്തും ഇരുന്ന് വിദഗ്ധരായ ഡോക്ടർമാർ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സംവിധാനം, പ്രസിദ്ധമായ റോബോട്ടിക്കിനെ കൺട്രോൾ ചെയ്യുന്ന സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഏത് സിസ്റ്റവും ഏത് പ്രോഗ്രാമും എന്തും ഫങ്ഷൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സിസ്റ്റത്തിൻ്റെ ആക്സസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കൊടുക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേര് ഇതിന് ആമേൻ പറയും? ആ സിസ്റ്റത്തിൻ്റെ ആക്സസ് പൂർണ്ണമായിട്ടും ഹല്ലേലൂയ അടുത്ത അനദർ സൈഡിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മുടെ സിസ്റ്റത്തിന്റെ ഹല്ലേലൂയ കൺട്രോള് കംപ്ലീറ്റ് ആയി ദൈവത്തിന്റെ കയ്യിലോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ കണ്ണ് പെട്ടെന്ന് അതിനെ ഒപ്പിയെടുക്കും. ആ കണ്ണിൽ നീ പെട്ടിരിക്കും. ദൈവ വൈതലേ, നിനക്ക് ശക്തി നൽകാൻ അവൻ ഇറങ്ങി വരും. നിനക്ക് മുൻപിലുള്ള വൈതരണികളെ അവൻ മാറ്റും. നിന്റെ മുൻപിൽ വഴിയില്ലെങ്കിൽ നിനക്ക് വേണ്ടി ഒരു വഴിയെ അവൻ തുറക്കും. ഓ ഹല്ലേലൂയ, എത്ര ശക്തമായ വചനമാണ്! ഈ വചനത്തെ ധ്യാനിക്കുന്നവർ ഇപ്പോൾ തന്നെ അതിന് വിടുതൽ പ്രാപിക്കുകയാണ്. അതാണ് ദൈവാത്മാവ് എനിക്ക് തരുന്ന ആലോചന. ഹല്ലേലൂയ, ശുശ്രൂഷിക്കാനാണ് പറഞ്ഞത്. എനിക്ക് തന്നെ ഒരു വലിയ ഡ്രൈനസ് ഇന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഞാൻ പിന്നെയും ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എന്ത് പറയും? ഹല്ലേലൂയ, ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ ഇറങ്ങി വരും. എൻ്റെ ജനത്തിന്റെ ഹൃദയത്തിലെ ദുഃഖത്തെ നീക്കിക്കളയുവാൻ, അതിനെ പൂർണ്ണമായും അതിന് പരിഹാരം കൊടുക്കുവാൻ എൻ്റെ കരം അനുകൂലമായി അവർക്ക് വേണ്ടി ഇറങ്ങി വരും. കംപ്ലീറ്റ് ആയിട്ട് അവന് വേണ്ടി നമ്മൾ മാറുക. അത് മതി. ഇന്ന് ആ ധൈര്യത്തിൽ ഇവിടുന്ന് നിങ്ങൾക്ക് പോകാൻ കഴിയും. ആ ഗ്യാരണ്ടിയിൽ ഒരു നിയമം അനുകൂലമല്ലെങ്കിലും, ഒരു മെഡിക്കൽ സയൻസ് പറയുന്നതൊന്നും നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും, ഹല്ലേലൂയ, സ്തോത്രം, ചുറ്റുപാടുകൾ ഒന്നും നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും, ഹല്ലേലൂയ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്കൊന്നും ഫേവർ അല്ലെങ്കിലും, നിങ്ങളുടെ ആരോഗ്യ നിലവാരത്തിൽ ഒരു കാര്യം പോലും, ഓരോ ഓർഗന്റെയും ഫംഗ്ഷൻ, ഹല്ലേലൂയ, സ്തോത്രം, മെഡിക്കൽ സയൻസിന് പരിഹരിക്കാൻ കഴിയുന്നതോ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതോ അല്ലെങ്കിലും ഈ പദം ആത്മാവിന്റെ നാവിൽ തരുന്നു. അതിന് മാറ്റം വരുത്താൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, നിന്റെ ആയുസ്സിനെ പ്രലോങ് ചെയ്യിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ സാഹചര്യങ്ങളിലെ ഇരുട്ടിനെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ശ്രേഷ്ഠമായ ഭാവി തലങ്ങളെ ദൈവവൈതലേ നിനക്ക് വേണ്ടി തരാൻ അവന് കഴിയും. ഓ ലബരയ ലഗനഗരഗദനാദര, ഹല്ലേലൂയ.
ആ കണ്ണിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയാവോ? ഓടാടിക്കൊണ്ടിരിക്കുന്ന കണ്ണിന്റെ ആസയോട് ഇത് പറഞ്ഞു, നീ നിന്റെ വഴി നോക്കരുതായിരുന്നു, നീ ആ വഴി തിരഞ്ഞെടുക്കണ്ടായിരുന്നു. നീ എൻ്റെ മുമ്പിൽ വരണമായിരുന്നു. നീ എൻ്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തണമായിരുന്നു. നിന്റെ സ്മാർട്ട്നെസ് അവിടെ വേണ്ടായിരുന്നു. കാരണം നിന്നെ അവിടെ ആക്കിയത് ഞാനാണ്, നിനക്കതിനുള്ള ഭാഗ്യം തന്നത് ഞാനാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾ ഇസ്രായേലിലും യഹൂദയിലും കിടക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്ന് നിന്നെ ഉയർത്തി രാജാവായിട്ട് അഭിഷേകം ചെയ്യിച്ച പിന്നിൽ വ്യാപരിച്ച കാര്യം എന്റേതാണ്. സ്തോത്രം. ഇന്ന് പകൽ ദൈവജനം സ്തുതിക്കട്ടെ. ദൈവമാണ് നിന്നെ ഉയർത്തിയത്, ദൈവമാണ് നിന്നെ പ്ലേസ് ചെയ്തത്. ഹല്ലേലൂയ. ഖലോറ അൽവറ ശാന്തലാദര റീവൽ ഖമനഗടഗസ്യാല. ഹല്ലേലൂയ. Glory be to God. Glory be to God. അവൻ നിന്നെ സഹായിക്കും. യെശയ്യാ പ്രവചനത്തിലൂടെ ആത്മാവ് ഇടപെടുന്നു, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. മനുഷ്യൻ നിന്നെ താങ്ങണ്ട, ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ താങ്ങും. ഹോലേ ബേലേ ഖേനോ ഷെലേ അറാല ബഖാന സിയാല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ മനസ്സിൽ വചനത്തിന്റെ വെളിച്ചത്തിൽ ദൈവം ആഗ്രഹിക്കും നമ്മൾ എല്ലാത്തിനും കർത്താവിൻ്റെ അടുത്ത് ചെല്ലണമെന്നാണ്. ചെല്ലാതെ നമ്മുടേതായ വഴികളിൽ പോയാൽ നമ്മൾ പരാജയപ്പെടുമെന്നാണ്. അവൻ്റെ ജീവിതകാലം മുഴുവൻ പിന്നെ അവന് യുദ്ധം മാറിയില്ല. ഒരു യുദ്ധത്തിൽ ദൈവത്തോട് സ്ട്രാറ്റജി ചോദിക്കാഞ്ഞതിൻ്റെ ഒറ്റ കാരണത്താൽ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ഈ രാജ്യത്ത് കൊണ്ടുവന്ന് നമ്മളെ ഇവിടെ ആക്കി ഓരോന്നും വേണ്ടുന്ന ചെയ്ത് നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. അത് സക്സസ് ആക്കുന്നതാരാ? തമ്പുരാനാണ്. തമ്പുരാനാണ്. നമുക്ക് ആയുസ് തന്നേക്ക് തമ്പുരാനാണ്. നമുക്ക് വേറെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒരു ചെറിയ മാറ്റം വന്ന് നമ്മൾ പോയി ലോകത്തെ കാണുന്നതാണ്. വളരെ അറ്റാച്ച്ഡായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തെ പ്ലീസ് ചെയ്യുക. ഹല്ലേലൂയ. ചുറ്റുപാട് ശ്രദ്ധിക്കുന്നതിനേക്കാൾ ദൈവത്തിങ്കലേക്ക് നോക്കുക. ഹല്ലേലൂയ. ഞാൻ വാക്കുകൾ നിർത്താൻ പോവുകയാണ്, പ്രാർത്ഥിച്ച് നിർത്താൻ പോകണം. യെരമ്യാ പ്രവചനം, യെരമ്യാ ചാപ്റ്റർ 32 വേഴ്സ് 27 വായിച്ചാട്ട്. നോക്കണം, യെരമ്യാവ് ജനത്തോട് പറയുന്ന ഒരു പ്രൊഫറ്റിക് വേർഡാണിത്. ഐ ആം ദ ലോർഡ് ദ ഗോഡ് ഓഫ് ഓൾ ഫ്ലഷ്. പറഞ്ഞാട്ട് നമ്മുടെ ദൈവം ആരാ? സകല ജഡത്തിൻ്റെയും പറഞ്ഞാട്ടെ ദൈവമാണ്. അത് മാത്രമല്ല, ഈസ് there anything too hard for me? Is there anything hard for you to work for you? ദൈവത്തിന് എന്തെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? വഴി തരാതെ വഴി ദൈവത്തിൻ്റെ പക്കൽ ഇല്ലേ? ഇന്ന് അതൊന്ന് ഹൃദയത്തിലെടുക്കുക. God is in control. ഇതെല്ലാം നമ്മെ പണിയാനും വളർത്താനും നമ്മുടെ മേലുള്ള പ്ലാൻ അതുപോലൊന്ന് വെളിപ്പെടാനാണ് ദൈവം നമ്മളെ ഇങ്ങനെ ഓറിയന്റ് ചെയ്ത് ശക്തീകരിക്കുന്നത്. നമ്മളെ വിധേയപ്പെടുത്തി കൊടുത്താൽ മതി, ഹമ്പിളായിട്ട് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണ ഈ 20-ാം അധ്യായത്തിൽ യഹോശഫാത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥന. അവിടെ പിതാക്കന്മാരെ നടത്തിയ ദൈവം അനാക്യ മല്ലന്മാരെല്ലാം നിറഞ്ഞ് ക്യാപ്ചർ ചെയ്യുന്ന കനാൻ ദേശത്ത് നിന്ന് അവരെയൊക്കെ പിടിച്ച് പുറത്ത് കളഞ്ഞ് അവരെ ആക്കിയ ദൈവത്തിൻ്റെ മിറക്കിളിനെ അവൻ ഓർക്കുകയാണ്. ഇന്ന് നാം പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കഴിഞ്ഞ നാളുകൾ ദൈവത്തിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ കൂടെ കൂട്ടത്തിൽ ഓർക്കുക. ഹല്ലേലൂയ. ലജ്ജിച്ചു പോകേണ്ടതായ ഒരു വലിയ സാഹചര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലേ? ശത്രു നിന്നെ കുറിച്ച് അപവാദം പറഞ്ഞ് നിന്റെ ഭാവിയെ ഇരുട്ടിലാക്കാൻ നോക്കിയ സന്ദർഭമില്ലായിരുന്നോ? നിന്റെ ആരോഗ്യത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് കിടക്കയിൽ കിടത്തുവാൻ നോക്കിയില്ലേ? നിന്നെ അപകടത്തിൽപ്പെടുത്തി നിന്റെ ജീവനെ അപായപ്പെടുത്തുവാൻ ശത്രു നോക്കിയില്ലേ? സ്തോത്രം. നിന്റെ തലമുറകളുടെ ബുദ്ധിശക്തിയെ മാറ്റി നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവരുടെ ഭാവിയെ ഇരുട്ടിലേക്ക് തള്ളിയിടാൻ ശത്രു ശ്രമിച്ചില്ലേ? നിന്റെ ഭാവിയെ അടയ്ക്കാൻ ശത്രു ശ്രമിച്ചില്ലേ? ഹല്ലേലൂയ. അവിടെയൊക്കെ ഇറങ്ങി വന്ന കരത്തെ ഇന്ന് പകൽ ദൈവ പൈതൽ ആത്മാർത്ഥമായി ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് ആ പ്രവർത്തികളെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഇന്ന് പകൽ ഹൃദയം തുറന്ന് ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവജനം തയ്യാറാകട്ടെ. ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും.
ഈ ദൈവം സകല ജഡത്തിൻ്റെയും ദൈവമാണ്. അവന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല, ഒരു കാര്യവുമില്ല. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു നിമിഷം പോലും മുൻപോട്ട് ഈ വചന ശുശ്രൂഷ കൊണ്ടുപോകുന്നില്ല. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങളുടെ സങ്കടങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്യണമെന്നുള്ളത് കൊണ്ടല്ല ഇന്ന് നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത്. ഇതെന്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ടുമല്ല നിങ്ങളെ ഇന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തിയത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കേൾപ്പിച്ച ഈ വചനത്തിന്റെ മുൻപിൽ ഒന്ന് സമർപ്പിച്ചുകൊണ്ട്, ഏൽപ്പിച്ചുകൊണ്ട്, ഈ ദൂത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ചില വിടുതലുകളെ പ്രാപിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ നാളുകളില് പല തീരുമാനങ്ങളും സ്വന്തമായിട്ട് എടുത്തതിന്റെ തിക്തഫലങ്ങള് ശരിയായ രീതിയിൽ അനലൈസ് ചെയ്ത് എടുക്കണം. ഇന്നത്തെ നിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നത്തെ നീ എങ്ങനെ ഇനി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്നൂടെ ചിന്തിക്കണം. ഇനി മുൻപോട്ടുള്ള ദിവസങ്ങളിൽ ഓരോ സാഹചര്യങ്ങളും മാറി മാറി വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഏത് തരത്തിലുള്ള തീരുമാനത്തിലാണ്, പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണോ എന്നുള്ളൊരു ഡിസിഷൻ മേക്ക് ചെയ്യാനൂടെ സമയമാണ്. ദൈവം നിന്നെ കൈവിടത്തില്ല. അവന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുപാട് വഴിയുണ്ട്. ഇന്ന് ഒന്നും തോന്നുന്നില്ല, ഒരു വഴിയും കാണുന്നില്ലെങ്കിലും അവന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ആ പഴയ പാട്ടിന്റെ 1-2 ലൈനുകൾ പാടാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹിതം പോലെ എന്നെ നീ നടത്തണമേ. ദയവായിട്ട് പാടിയാട്ട്. നിന്റെ പാടിയാട്ട്. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അന്ധകാരം ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ, അന്ധകാരം ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ, എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാം എനിക്കാശീർവാദം. എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാം എനിക്കാശീർവാദം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥാ, ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥാ. നിൻ തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു. നിൻ തിരുനാമം നിമിത്തം
പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഇതിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ തരുന്ന വാക്കുകളാണ് ഇവിടെ പറയുന്നത്. ഒരുപക്ഷെ നീ ഒരു പുതിയ സ്റ്റെപ്പ് എടുത്ത് മുൻപോട്ട് പോകാൻ ചില പുതിയ അറ്റംപ്റ്റുകൾക്കായിട്ട് നീ ഒരുങ്ങുകയാണ്. Position yourself before God. ഒരുപക്ഷെ നീ ഇപ്പൊ പരാജയപ്പെട്ട് നിൽക്കുമായിരിക്കും. ആത്മാവിനെ കാണിക്കുന്നു, നീ ഒരു സീറോയിൽ നിൽക്കുകയായിരിക്കും. Are you ready to position yourself before God? Are you ready to position yourself before God? നീ ഒന്നുമല്ലൊരു സീറോയാണ്. Are you ready to position yourself before God? നിന്നെ കരകയറ്റാൻ അവൻ തയ്യാറായി നിൽക്കുകയാണ്. നിനക്കൊരു അവലംബനം നിനക്ക് വേണ്ടി നീട്ടുകയാണ് അവൻ. ആത്മാവിൽ ദൂതേറ്റെടുത്ത് വിടുതൽ പ്രാപിച്ചാട്ടെ. This is the time to receive your healing. This is the time to receive your blessing. This is the time to receive God's hand in your life. Oh, this is the time to experience God's favor in your life. This is the time to experience God's favor in your life. Hallelujah. നീ പരാജയത്തിന്റെ വക്കിലാണെങ്കിലും നിന്നെ തന്നെ ദൈവം മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്ക. അവന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്ക. അവൻ സ്ട്രാറ്റജി പറഞ്ഞു തരും. അവൻ വഴി പറഞ്ഞു തരും. അവൻ വഴി പറഞ്ഞു തരും. അവൻ വഴി തുറക്കും. ഉടരാ റബാജല രഗദന ഘടക രഗന അടരമന ധിബൽകനാദര ഘടക. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഈ ആലോചനകളുടെ മേൽ കർത്താവേ, ദൈവജനം തന്റെ ഹൃദയത്തെ ഏൽപ്പിച്ച് നിലവിളിക്കുന്ന ജീവിതങ്ങളിലോ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ആ വിടുതലുകൾ പൂർണ്ണമാകട്ടെ. നിന്റെ ജനത്തെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. യെസ്, അനുഗ്രഹിക്കുന്നു. ഒരു കുഞ്ഞിനെ പോലും ഒഴിവാക്കാതെ ഈ ഹാളിൽ ഇരിക്കുന്ന ഞങ്ങളുടെ കൊച്ച് ലൂക്മോന്മാർ മുതൽ മുകളിലോട്ട് ഓരോരുത്തരും ദൈവത്താൽ സ്പർശിക്കപ്പെട്ട്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട്, ദൈവത്തിന്റെ വഴികളിലൂടെ നടന്ന് ദൈവത്തിന്റെ വിശേഷ നന്മകളും വഴികളും കാണട്ടെ, അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന വെല്ലുവിളികള്, പോരാട്ടങ്ങള്, പ്രതികൂലത്തിന്റെ അനുഭവങ്ങള് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച നാസറയനായ യേശുവിൻ നാമത്തിൽ ആ വെല്ലുവിളികളെ ശാസിക്കുന്നു, ക്യാൻസൽ ചെയ്യുന്നു, ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു. പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ഓ, ദൈവത്തിന്റെ കൃപ പകരപ്പെടുന്നു, ദൈവത്തിന്റെ കൃപ പകരപ്പെടുന്നു. ദൈവമേ, ഇവിടെ പ്രാർത്ഥിക്കുമ്പോഴും വിദൂരതകളിൽ ചില പ്രവർത്തികൾ നടക്കുന്നു. യേശുവിൻ നാമത്തിൽ ആ വിടുതലുകൾ പൂർണ്ണമാകട്ടെ. പരിശുദ്ധനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ മക്കളെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് വലിയവ ചെയ്തിരിക്കയാൽ സ്തോത്രം. നിന്റെ മഹത്വം നീ വെളിപ്പെടുത്തിയിരിക്കയാൽ സ്തോത്രം. നീ വലിയവനാണ്. നീ സകല ജഡത്തിന്റെയും ദൈവമാണ്. നിനക്ക് കഴിയാത്തൊരു കാര്യവുമില്ല. നിന്നിൽ ഏകാഗ്രതയോടെ നോക്കി നിൽക്കുന്ന ജനത്തിനെ അവർ സേവിക്കുന്ന ദൈവം വലിയവനാണെന്ന് കാണിക്കുവാൻ അവരിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം നീയാണല്ലോ. ഇന്ന് പകൽ നീ ഇറങ്ങി വന്ന് നിന്റെ ജനത്തിനു വേണ്ടി വ്യവഹാരം ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ആഴമേറിയ ഒരു കൺവിക്ഷൻ വചനത്തിന് മുൻപിൽ നീ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളൊന്നുമില്ല എന്നും അവിടുന്ന് വലിയവനായ കർത്താവാണെന്നും ഒരിക്കൽ കൂടെ ഹൃദയം കൊണ്ട് തുറന്ന് 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 സമ്മതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ.
എല്ലാ പുകഴ്ചയും കർത്താവിന്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. കരങ്ങൾ ഉയർത്തി കർത്താവിന് സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.